നമ്മളെ മലയാളികളാണെങ്കിൽ ഇത്ര ചെളിയ ഒന്നും നോക്കൂല. നമ്മളെ കൊച്ചു പോയത് പോയി, അല്ലാണ്ട് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേറെ ഒന്നും പറയാനുള്ളതല്ല. പ്രതീക്ഷ എനിക്ക് തോന്നുന്നുള്ളൂ. ഇനിയിപ്പോ പ്രതീക്ഷയില്ല, കാരണം 7 ദിവസമായില്ല. കഴിയൊന്നും ഉള്ള വിശ്വാസം ഇനിയില്ല. 3-4 ദിവസം വീഴ്ച തന്നെയാണ് സംഭവിച്ചേക്കണം. അവിടുത്തെ ഗവൺമെന്റിന്റെ കുഴപ്പം തന്നെ അത്. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട, ജീവനോടുകൂടി തിരിച്ചു കിട്ടണമെന്നുള്ളൊരു ഇതാണ്. ഇവിടെ കേരളക്കാരനെല്ലാവരും പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ ആയിരുന്നെങ്കിലോ ഒന്നിച്ചിട്ടെന്താ മറ്റേ ഹനുമാനോ കേരളക്കാരൻ അല്ല പരശുരാമനോ അടിയോടെ മാന്തിയിട്ട് വലിച്ചങ്ങോട്ട് കളയാ ആരെ കൊണ്ടും പറ്റൂല. അത് ക്യാബിൻ പോയിട്ടില്ലെങ്കിൽ, ക്യാബിനിരുന്ന് പോയാൽ ആർക്കും പ്രതീക്ഷയില്ല. ഞാനാണെങ്കിലും ചത്തുപോകും. കേരളം ഒന്നടങ്കം അർജുനായി കാത്തിരിക്കുകയാണ്. ഓരോ നിമിഷവും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒന്ന് മാത്രം: അർജുൻ തിരിച്ചു വരും. തിരച്ചിൽ തുടരുമ്പോൾ ഇന്ന് കേരളക്കര കൈകോർക്കുകയാണ്. നമ്മൾക്ക് ചോദിക്കാം, ജനങ്ങളോട് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? നമ്മുടെ ഇവിടുന്ന് പോകുന്ന പ്രവർത്തകരെ പോലും തടയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടാവുന്നത്. ആ ഒരു പ്രശ്നത്തിൽ എന്താ ചേട്ടനെ പറയാനുള്ളത്? വളരെ എന്തെന്നാ പറയണത്, വളരെ മോശമല്ലേ. നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ ആ തിരുവനന്തപുരത്താണെന്ന് വെച്ചാൽ നമ്മളെ മലയാളികളാണെങ്കിൽ ഇത്ര ചെളിയ ഒന്നും നോക്കൂല. നമ്മൾ ഇറങ്ങി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ആ മല കംപ്ലീറ്റ് നമ്മളെ ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നെങ്കിൽ നമ്മൾ അത് ചെയ്താനെ. അതവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു മനുഷ്യൻ, ഞാൻ 3-4 പ്രാവശ്യം വലിയ വണ്ടി കൊണ്ട് പോയിട്ടില്ല. എനിക്ക് വലിയ ഇതുള്ളതാണ്. നമ്മൾ റോട്ടിലെ ചത്ത് ആക്സിഡൻ്റ് ഉണ്ടായിട്ടേ അവരുടെ നാട്ടുകാരാണ് ആരാണെന്ന് അറിഞ്ഞൂടാ. ചത്ത് കിടന്നപ്പോൾ ഒരു പട്ടിയും പുള്ളി തിരിഞ്ഞ് നോക്കൂല. നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേ അതാ ചിലപ്പോൾ അങ്ങനെ തന്നെ അഴുകി കിടപ്പുണ്ടാവും. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ആ നമ്മളെ കൊച്ചു പോയത് പോയി, അല്ലാണ്ട് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേറെ ഒന്നും പറയാനുള്ളതല്ല. കാരണം നമ്മുടെ നാട് പോലെ ഇത്രയും നല്ല നാട് വേറെ ഇല്ല, ഇനി ഉണ്ടാകുകയില്ല. അതേപോലെ ഒരു മനസ്ഥിതി, മറ്റുള്ളവർ ഒരു മനുഷ്യനാണ് മരിച്ചു കിടക്കണമെന്നുള്ള തോന്നലില്ല. അതാണ് അവര് പറയുന്നുണ്ടായിരുന്നു, ഇത് ഇത്രയൊക്കെ ആൾക്കാർ കേരളത്തിൽ നിന്ന് വരാൻ രാഷ്ട്രീയ പ്രവർത്തകർ വല്ലതും ആണോ, ഒന്നുമല്ല. പിന്നെ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് കർണാടകക്കാർ ചോദിച്ചിട്ടുണ്ട്. അവർ ചോദിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സാക്ഷിയില്ല. കാരണം നമ്മ ഒരു ഇപ്പം ഞാൻ 3-4 പ്രാവശ്യം ഞാൻ വണ്ടി കൊണ്ട് പോയേക്കണമെന്ന് എനിക്കറിയാം. ലോറിയിലും ഇതിലൊക്കെ പോയേക്കണമെന്ന് എനിക്കറിയാം. ആ സമയത്ത് ഏത് വലിയ ലോറിക്കാരോടും ട്രക്ക് ഡ്രൈവേഴ്സിനോട് നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ, എന്തോരം പേരാ അറിയാൻ പാടില്ലാത്തവർ കിടക്കണമെന്നറിയോ. അവരുടെ ആൾക്കാരാണെങ്കിൽ പോലും അവർ തിരിഞ്ഞു നോക്കണില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? അത്രേ ഉള്ളൂ. പ്രതീക്ഷ നമുക്ക് വെക്കാവോ? പ്രതീക്ഷ എനിക്ക് തോന്നണല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇപ്പോൾ ഇത്രയല്ലേ, വേറെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒന്നും ഇതല്ലേ. ക്യാബിൻ്റെ അകത്ത് പെട്ടുപോയാലും ശ്വാസം കിട്ടണ്ടേ, അതിന് വേറെ മാർഗമൊന്നുമില്ല. പിന്നെ ഒക്കെ ദൈവം തമ്പുരാൻ്റെ കയ്യിലാണ്. അത്ഭുതങ്ങൾ നടന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ വീഴ്ച തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ലോറി ഡ്രൈവേഴ്സ്, നാഷണൽ പെർമിറ്റ് വണ്ടിക്കാർ, ടൂറിസ്റ്റ് ബസ്സുകാർ, അതേപോലെ നമ്മൾ ഈ അവിടെ നിന്നൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ, അവരൊക്കെ ഈ കാറിന് ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും അവർക്കറിയാം കറക്റ്റായിട്ട് എന്താ സംഭവം എന്നുള്ളത്. അവിടെ എന്തോരം പേരാണ്, 1-2 അല്ല, എന്തോരം പേരാണ് കിടക്കണമെന്നറിയോ. ആക്സിഡൻറ്റ് വരുന്നില്ല. പിന്നെ വണ്ടി കൊള്ളടിക്കാനും ലോറി ഏതെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകാനുള്ള ആൾക്കാർ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. പക്ഷേ അവിടുത്തെ ഒരു പോലീസുകാർ പോലും അതിനെപ്പറ്റി ചോദിക്കില്ല, മിണ്ടിയില്ല, ഒന്നുമില്ല. മലയാളികൾ സേഫായിരിക്കും, അവിടുത്തെ സംബന്ധിച്ചോളം സേഫായിരിക്കും. പക്ഷേ ഒന്നും അറിയാൻ പാടില്ലാണ്ട് പോകണം. ഇപ്പോൾ ആ പയ്യൻ അശോകൻ, മറ്റേ ആ പയ്യൻ, അവിടെ എല്ലാവർക്കും അറിയാം. അർജുനെ അവിടെ എല്ലാവർക്കും അറിയാം. കാരണം പുള്ളി എപ്പോഴും അങ്ങോട്ട് പോകണതുകൊണ്ട് പുള്ളിനെ അവിടുത്തെ അറിയാം മിക്കവർക്കും. പക്ഷെ അതേപോലെയല്ല പുറത്തുനിന്ന് പോകുന്ന ആൾക്കാർ. ഇപ്പം നമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ ആരറിയാനാണ്? എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായ കാരണം നമ്മൾ അറിഞ്ഞു. വീഴ്ച ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ടുള്ള ഇത്രയും താമസം വന്നേക്കുന്നത്. നമുക്ക് ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു യുവാവിനെ കാണാതായത്. അതായത് പുഴയിൽ നിന്ന് കാണാതായത്. നമ്മൾ റെസ്ക്യൂ ഒക്കെ ഇറക്കി അന്ന് തന്നെ ഇൻഫോ പാർക്കിൽ 40 വർഷം മുമ്പ് പണ്ടൊരു മിഷനൊക്കെ ഘടിപ്പിച്ചായിരുന്നു ആ ഒരു രക്ഷാപ്രവർത്തനം 2 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ചത്. അപ്പോൾ ഇവിടുന്ന് ആ ഒരു മലയാളി അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹായ സംഘം അവിടെ എത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമോ രക്ഷപ്പെടുത്തുന്നത്? ആയിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന സൈന്യം, കേന്ദ്രത്തിൽ നിന്നുള്ള സൈന്യങ്ങളെല്ലാം ഇവിടെ ഇറങ്ങിയേക്കണത്, അവിടെ ഇറക്കിയേക്കണത് അത് തന്നെയാണ്. ഈ സൈന്യം ഇറക്കിയത് ഇന്നലെ തൊട്ടാണ്, അതായത് 6ാം ദിവസം. 5 ദിവസമായിരുന്നു ഈ പോയിട്ട് 7 ദിവസം കഴിഞ്ഞ്. ഇപ്പം 3ാമത്തെ ദിവസമാണ് ഇവിടെ അറിഞ്ഞത് തന്നെ. അതിന് ശേഷം അതിപ്പോൾ സർക്കാരുകളെല്ലാം നടപടി എടുക്കേണ്ടത്. ഇവിടുത്തെ സർക്കാരും അവിടുത്തെ സർക്കാരും കൂടി കൂടിയിട്ടുള്ള നടപടിയാണ് അവർ എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുന്ന് MVD ഒക്കെ പോയപ്പോൾ ഗണേഷ് കുമാർ മന്ത്രി അദ്ദേഹം പറഞ്ഞു വിട്ട് MVD ഒക്കെ പോയിട്ട് അവരെ അങ്ങോട്ട് കടത്തി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. അതിനിപ്പോൾ നമ്മൾ ഈ ന്യൂസിൽ കണ്ടത് മാത്രമേ നമുക്കറിയുള്ളൂ. ന്യൂസിലിപ്പോൾ ഇനിയിപ്പോൾ പ്രതീക്ഷയില്ല. കാരണം 7 ദിവസമായില്ലേ. ഇപ്പോൾ പറഞ്ഞ കരയിലില്ലെന്ന് പറഞ്ഞു. ഇനി വെള്ളത്തിലാണ് തപ്പണേ. ഇനി മുങ്ങണ ഇതെന്ന് പറയണം. വെള്ളത്തിൽ പോയാൽ ഇനി 7 ദിവസം കൊണ്ട് കിട്ടുമോ? നമുക്കുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. നമുക്ക് തന്നെയല്ല, എല്ലാവർക്കും ഒരുപ്പെട്ടുള്ള ഇപ്പോൾ ഒരു 75% പേർക്കും പ്രതീക്ഷ ഉണ്ടാവില്ല. കാരണം കരയിലുണ്ടെന്നുള്ളതിലല്ലേ നമ്മൾ തപ്പിക്കൊണ്ടിരുന്നത്. കരയിലിപ്പോൾ ലോറി ഇല്ലയെന്ന് പറഞ്ഞ് ഇനി വെള്ളത്തിൽ നോക്കിയാൽ അറിയാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ 2 ദിവസം കൂടി ചെക്ക് ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. പ്രതീക്ഷ നമുക്കും പ്രതീക്ഷ തന്നെയല്ലേ. അല്ല, നമുക്കും എല്ലാവർക്കും പ്രതീക്ഷ ജീവനോട് കിട്ടണമെന്നാണല്ലേ. ജീവനല്ലേ, അതുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ സാഹചര്യം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ഇപ്പോൾ പറ്റില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. കഴിയൊന്നും ഉള്ള വിശ്വാസം ഇനിയില്ല, ഒരിക്കലും ഇല്ല. കാരണം ദിവസം 7ആയി. ഒരാള് മണ്ണിനടിയിലായാലും വെള്ളത്തിനടിയിലായാലും ഓക്സിജനോ കാര്യങ്ങളോ യാതൊരു സൗകര്യം ഇല്ലാതെ മണ്ണിനടിയിലായാലും വെള്ളത്തിനടിയിലും കിടക്കണം. അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല. പിന്നെ ആ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ആ തിരഞ്ഞെടുത്ത് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നല്ലത്. അത്രയും നമുക്ക് പറയാനുള്ളൂ. വീഴ്ച തുടക്കത്തിലുണ്ടല്ലോ, 3-4 ദിവസം വീഴ്ച തന്നെയാണ് സംഭവിച്ചേക്കണം. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം തന്നെ അത് 100% ശരിയാണ്. കാരണം നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ആളെ രക്ഷപ്പെടുത്തി, മരിച്ചാലും ജീവിച്ചാലും ആളെ രക്ഷപ്പെടുത്തിയിരുന്നേന്. അതിനുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ഒരുക്കി ചെയ്യുകയും ചെയ്തിരുന്നേന്. പക്ഷേ ആ സർക്കാർ ചെയ്ത് വളരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംഭവം തന്നെയാണ് അവിടെ സംഭവിച്ചേക്കുന്നത്. അതൊരിക്കലും ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും. TV കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചാനലിൽ റിപ്പോർട്ട് ഞാൻ കണ്ടുകൊണ്ട് തന്നെയാണ്. ഡ്രൈവർമാരാണ് പോയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്നതിൽ അവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ, കർണാടക സർക്കാരിന് അനാസ്ഥ തന്നെയാണത്. അതിനകത്ത് തർക്കമൊന്നും വിചാരിക്കണ്ട. കേരള സർക്കാർ ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചേട്ടൻ എൻ്റെ വിശ്വാസം. ഇപ്പോൾ MP-മാരുടെ നിൽപ്പുണ്ട്, MLA-മാർ നിൽപ്പുണ്ട്, കേരള സർക്കാരിൻ്റെ എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് പരിഹാരമെന്ന് തീരുമാനിക്കേണ്ടത് ഭരണകൂടമാണ്. സുപ്രീം കോടതി പോലും ആ ഒരു ഇത് എടുത്തിട്ടില്ല. ഹൈക്കോടതിക്ക് വിട്ടിട്ടുണ്ട്. കർണാടക ഹൈക്കോടതിക്ക് വിട്ടേക്കണത്. അതെന്ത് നിയമമാണെന്നൊന്നും എനിക്ക് നമ്മളെ സംബന്ധിച്ചോളം, മാധ്യമങ്ങളെ സംബന്ധിച്ചോളം, എന്നെ സംസാരിക്കുന്നവരെ സംബന്ധിച്ചോളം അറിയില്ല. ഇപ്പോൾ ഞാൻ കണ്ടോണ്ട് വന്ന അവസ്ഥയിൽ വളരെ നിർണായകമായാണ്. 8 അടി ഇനി താഴണ്ട് 5 അടി തന്നാലേ ഈ വണ്ടി കിട്ടുകയുള്ളൂ. ഭാരത ബെൻസിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, റിപ്പോർട്ട് ചാനൽ വളരെ കറക്റ്റായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവനോടുകൂടി തിരിച്ചു കിട്ടണമെന്നുള്ളൊരു ഇതാണ്. പക്ഷെ അവർ അവിടെ തരാൻ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ വാർത്ത എന്നുള്ള ഇത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കേരളത്തിൽ നിന്ന് പോന്നിട്ടുള്ള സംഘത്തെയൊക്കെ അവർ അവിടെ കയറ്റാതെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ അപകടം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പറയണത്. ഇനി മണ്ണിടിയാൻ സാധ്യതയുണ്ട്, അപ്പോഴത്തേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നം. മിലിറ്ററി ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം എന്താണെന്ന് നോക്കട്ടെ. കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി സ്പീഡാകണം. ആകെ 4 ലോറിയായിട്ട് ഉള്ളതെന്ന് പറയണേ ഇപ്പം മണ്ണെടുക്കാനായിട്ട്. അതിൽ മിക്കതും കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ 2 എണ്ണമാണ് വന്നേക്കണേന്ന് പറയണം. കൂടുതൽ വണ്ടികളും JCB അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ തെരച്ചിൽ നടത്തണമെന്നാണ്. എത്രയും പെട്ടെന്ന് സ്പീഡിൽ ആകെയില്ല. ഇനി ജീവൻ ഉണ്ടായില്ലെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും ദിവസമായില്ല. ജീവനോട് കിട്ടിയ ഭാഗ്യം, പ്രതീക്ഷയുണ്ട്. കേരളത്തിലാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണോ? 750 മീറ്ററാണ് മല ഇടിഞ്ഞേക്കണത്. 750 മീറ്റർ എത്ര ആയിട്ടില്ല മല ഇടിഞ്ഞേക്കണേ? ഈ മണ്ണ് മാറ്റണ്ടേ? മണ്ണ് മാറ്റാൻ പെട്ടെന്ന് കഴിയുമോ? ഒരു സൈഡ് എന്താണ്? അല്ല, ഒരു പക്ഷേ ഈ അവരുടെ സഹായ സംഘം അല്ല, പെട്ടെന്ന് കുറച്ചുകൂടി മിലിറ്ററിക്ക് മുകളിൽ ഇന്ത്യയിൽ എവിടെയാണ് സഹായ സംഘം ഉള്ളത്? ഇടിഞ്ഞു കൂടിയ മണ്ണ്. അപ്പോൾ എത്ര അടി ഹൈറ്റിൽ അത് മല ഇടിഞ്ഞു വരണം? 12 അടി ഹൈറ്റ് മൺകൂനൊക്കെ ഉണ്ടാവണമെങ്കിൽ എത്ര അടി ഹൈറ്റിൽ മല ഇടിയണം? അത് നിങ്ങളെന്താ കണക്കൂട്ടാത്തെ? ഇവിടെ കേരളക്കാരനെല്ലാവരും പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിവിടെ ആയിരുന്നെങ്കിലോ ഒന്നിച്ചിട്ടെന്താ മറ്റേ ഹനുമാനോ, കേരളക്കാരൻ അല്ല പരശുരാമനോ അടിയോളം മാന്തിയിട്ട് വലിച്ചങ്ങടുകളെ ആരെ കൊണ്ടും പറ്റൂല. അതൊരു ദുഷ്കരമായിട്ടുള്ള ഇതാണ്. ദുഷ്കരമായി ചെയ്യുന്ന നമ്മൾ അവരെ ചെയ്യുന്നതിനെ കേരളക്കാരൻ മാത്രമേ ഇന്നുവരെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. പ്രബുദ്ധന്മാരെന്ന് പറയുന്ന കേരളക്കാരൻ മാത്രമേ ഇന്ന് വരെ അതിനെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ.
മനസ്സിലായോ? അല്ലാതെ വേറൊരു മനുഷ്യനും അവിടെ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ കുറ്റം പറയുന്ന കേരളക്കാരന് എന്തെങ്കിലും വിഴുങ്ങണമെങ്കിലോ മൈസൂർ വേണം, തമിഴ്നാട് വേണം, അല്ലാതെ വായും പൊളിച്ച് ഇവിടെ ഇരിക്കുകയുള്ളൂ. പ്രതീക്ഷ എന്ത്? ലോറിയുടെ ക്യാബിൻ പോയിട്ടില്ലെങ്കിൽ പ്രതീക്ഷയുണ്ട്. ക്യാബിന് ഇടിഞ്ഞു പോയാൽ പ്രതീക്ഷയില്ല. അത് ഏത് മനുഷ്യനാണ്? ഞാനാണ് ശരി. ക്യാബിൻ പോയിട്ടില്ലെങ്കിൽ പ്രതീക്ഷയുണ്ട്. വെള്ളം കയറും പോലെ വണ്ടിയിലേക്ക് മണ്ണ് കയറില്ല, ഗ്യാപ്പ് ഉണ്ടാവും. മനസ്സിലായോ? ഈ വെള്ളം ഇറങ്ങും തോറും ഓക്സിജൻ്റെ ചെറിയ വ്യത്യാസം അവിടെ ഉണ്ടാവും. മുഴുവനായിട്ട് ഓക്സിജൻ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ക്യാബിൻ പോയിട്ടില്ലെങ്കിൽ, ക്യാബിനിരുന്ന് പോയാൽ ആർക്കും പ്രതീക്ഷയില്ല. ഞാനാണെങ്കിലും ചത്തുപോകും. ഇത്രയും ദിവസമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. രക്ഷപ്പെട്ട ആള് നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെ വല്ല പറയാൻ പറ്റുള്ളൂ. അതെ. ഇല്ല, ഇത്രയും മണ്ണ് ഇടിഞ്ഞുകൊണ്ട് ഇത് ഈ മഴയും പെയ്ത് ചെളി പിടിച്ചുകൊണ്ട് മാറ്റിൽ വലിയ പണിയാണല്ലോ. എന്നാലും അവർ ശ്രമിക്കുന്നുണ്ട്. ഈ ആളുകൾ പല ഇതും പറയുന്നുണ്ട്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഏതായാലും രക്ഷപ്പെടട്ടെ. അതെ, നമുക്കത് അത്രേ പറയാനുള്ളൂ. പബ്ലിക് റെസ്പോൺസ് തന്ന എല്ലാവരുടെയും പ്രതീക്ഷ അർജുൻ തിരിച്ചു വരുമെന്നാണ്. അതെ, ഹ്യൂമൻ റൈറ്റ്സും ആ ഒരു വാർത്തയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. അർജുൻ തിരിച്ചെത്തും, അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയും.